നമസ്കാരം. നമ്മുടെ മലയോര മേഖല, പ്രത്യേകിച്ച് പശ്ചിമഘട്ട മേഖല, ഏകദേശം ഒരു 10-600ഓളം പഞ്ചായത്തുകളുണ്ട്. ഞാൻ പശ്ചിമഘട്ട വികസനവുമായി ബന്ധപ്പെടുത്തിയ കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ കീഴിലുള്ള സംസ്ഥാന പശ്ചിമഘട്ട വികസന സെല്ലിൽ ടെക്നിക്കൽ എക്സ്പെർട്ടായിട്ട് ഞാൻ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു ധാരണയുണ്ട്. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ 10 ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള പ്രദേശങ്ങളിൽ വളരെ കൃത്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം തന്നെയുണ്ട്. അപ്പോൾ ചരിഞ്ഞ പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പാലിക്കപ്പെടേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാലിക്കപ്പെടാതെ സാധാരണ സ്ഥലങ്ങളിൽ ചെയ്യുന്ന, നമ്മൾ നിരപ്പായ ഇടനാട് പ്രദേശങ്ങളിൽ ചെയ്യുന്ന അതേ സാങ്കേതിക വിദ്യകളിൽ കൊണ്ടുപോയി വൻകിട കെട്ടിടങ്ങളും റിസോർട്ടുകളും ഒക്കെ പണിയാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നമ്മൾ ചൂരൽമലയിൽ കണ്ടതാണ്, പിന്നെ പുത്തുമലയിൽ കണ്ടതാണ്, പിന്നെ അതുപോലെ തന്നെ വയനാടിലെ വിവിധ ഭാഗങ്ങൾ കണ്ടതാണ്, നേരത്തെ ഇടുക്കിയിലും ഇത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ മലനിരകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു അവസ്ഥത്തിൽ ചെന്നപ്പെടുന്നുണ്ട്. അതായത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ, മലനാട്ടിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ ഒരിക്കലും ഇടനാട്ടിലുള്ളതുപോലെയുള്ള AC റൂമുകളിൽ താമസിച്ച് രാജകീയമായി ഒരുപാട് ദിവസം അകത്തിരിക്കാനൊന്നും അല്ല പോകുന്നത്. അവർ പ്രകൃതി കാണാനും അവിടുത്തെ ഭക്ഷണം കഴിക്കാനും ട്രെക്കിങ്ങിനും അങ്ങനെ വേറെ ഒരുപാട് കാര്യങ്ങൾക്കാണ്, കാടിനെ ആസ്വദിക്കാനും ഒക്കെയാണ് അവർ പോകുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ പണം ഒരുപാട് അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്ത് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു രീതിയുണ്ട്, നാട്ടിലെ പോലത്തെ രീതി. അങ്ങനെ ടൂറിസ്റ്റുകൾ അങ്ങനെ അതിനല്ല ടൂറിസ്റ്റുകൾ പോകുന്നത്. കാരണം ആരാണിപ്പം, നിങ്ങളും ഞാനും അല്ല, പൊതുസമൂഹത്തിൽ ഒരുപാട് ടൂർ പോകുന്നവരാണ്, വിദേശികളും സ്വദേശികളും ഇന്ത്യക്കാരുമൊക്കെ. ആരാണ് പകൽ മുഴുവൻ റൂമിൽ കിടന്നുറങ്ങുന്നത്? രാത്രിയാണ് ഉറക്കം, ബാക്കി മുഴുവൻ സമയവും ടൂർ പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇത്രയും വലിയ വൻകിട കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. അതിന് പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഒരുപാട് രീതികൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് റിസോർട്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളൊരു പ്രശ്നം, ആ ജില്ലയിലുള്ളവരല്ല റിസോർട്ടിലേക്ക് പണം മുടക്കുന്നത്. മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവർ, മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ ഇതിന്റെ ഭൂമിശാസ്ത്രമൊന്നും മനസ്സിലാക്കാതെ, അവിടുത്തെ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാതെ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കും. ഇത് കെട്ടിപ്പൊക്കുന്നതാണ് ഒരുപക്ഷെ ഉരുൾപൊട്ടലിന്റെ രൂപത്തിലും മലയിടിച്ചിന്റെ രൂപത്തിലും ഒക്കെ വരുന്നത്. വേറൊരു പ്രധാന പ്രശ്നം, റിസോർട്ട് എന്ന് പറയുന്നത് പലപ്പോഴും ഒറ്റപ്പെട്ട സ്ഥലത്തായിരിക്കും. അതിലേക്ക് നല്ല റോഡ് വെട്ടും. ഈ റോഡിന് വെട്ടുന്നതിന്റെ ഭാഗമായി ധാരാളം സ്ഥലം നമുക്ക് നഷ്ടപ്പെടും. ആ സ്ഥലത്ത് നല്ല പ്രിക്കോഷൻ ഒന്നും കാണുകയില്ല. അപ്പൊ അങ്ങനെ ആവശ്യമായ സുരക്ഷിതത്വം ഇല്ലാത്ത രീതിയിൽ ധാരാളം റിസോർട്ടുകളുണ്ട്, അനധികൃതമായ റിസോർട്ടുകളുണ്ട്, ലൈസൻസ് ഇല്ലാത്ത റിസോർട്ടുകളുണ്ട്. ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. നമുക്ക് ടൂറിസം വേണം. ടൂറിസം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്ത ടൂറിസമാണ് നമുക്ക് വേണ്ടത്. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് നയം നമുക്കില്ല. പണമുണ്ടോ ആർക്കും എവിടെയും പോയി എന്തും ചെയ്യാവുന്ന ഒരു രീതിയാണുള്ളത്. അതിൽ പിന്നെ വേറെ ഒരു തമാശയുണ്ട്. ഞാനിത് ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നില്ല. നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റവും നമ്മുടെ ബ്യൂറോക്രാറ്റിക് സിസ്റ്റവും ഒക്കെ ഹൈജാക്ക് ചെയ്ത് പോയിട്ട് എത്രയോ കാലമായി. പൊളിറ്റിക്കൽ ബിനാമികൾ, ബ്യൂറോക്രാറ്റിക് ബിനാമികളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ ആരുടെയൊക്കെയോ പണം കൊണ്ടുപോയി ആളുകളിൽ നിന്ന് വസ്തുക്കൾ. പിന്നെ വേറെ ഒരു രസകരമായ കാര്യം, ഈ ഇടുക്കി അതുപോലെ തന്നെ വയനാട്, പാലക്കാട് ജില്ലകളിൽ എസ്റ്റേറ്റുകളുണ്ട്. എസ്റ്റേറ്റിലെ തൊഴിലാളികൾ റിട്ടയർ ചെയ്യുമ്പോൾ അവരൊരു പർട്ടിക്കുലർ പീരീഡ്, സർവീസ് പീരീഡ് കഴിയുമ്പോൾ അവർക്ക് പണം കൊടുക്കുന്നതോടൊപ്പം സ്ഥലവും കൊടുക്കും, അല്ലെങ്കിൽ പണമില്ലെങ്കിൽ സ്ഥലം കൊടുക്കും. ഈ സ്ഥലം അവര് നല്ല കണ്ണായ വിലയ്ക്ക്, വലിയ വിലയ്ക്ക് റിസോർട്ടുകൾക്ക് കൊടുക്കും. അപ്പൊ അത് അനധികൃതമായ ഒരുപാട് റിസോർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊന്നും യാതൊരു സ്റ്റാൻഡേർഡും ഇല്ലാതെയാണ്. സ്റ്റാൻഡേർഡ് മീൻസ് താമസിക്കാനുള്ള സ്റ്റാൻഡേർഡ് അല്ല ഞാൻ പറഞ്ഞത്, എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡോ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയോ ഒന്നും നോക്കാതെ തന്നെയാണ് പണിയുന്നത്. മുതലാളിയുടെ കാശുണ്ട്, അവർ പണിയുന്നു. അത് ആ റിസോർട്ട് മറ്റേ അത്യാവശ്യക്കാർക്കെല്ലാം ഫ്രീ ആയിട്ട് അവിടെ റൂം കൊടുക്കും. സാധാരണ ഉദ്യോഗസ്ഥൻ മുതൽ സാധാരണ പൊളിറ്റിക്കൽ ലീഡർ മുതൽ സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ രാജ്യതലത്തിലോ ഉയർന്ന രാഷ്ട്രീയ നേതാക്കൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് അത്യാവശ്യം ഫ്രീ ആയിട്ട് മുറിയൊക്കെ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പല ആളുകളും ഇതിന്റെ ലൈസൻസിൽ കണ്ണടയ്ക്കും. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതൊന്നും ഈ സംസ്ഥാനം നടക്കുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ 3 ഘട്ടത്തിൽ, ഞാൻ എടുക്കാതെ തന്നെ പറയാം, 3 ഘട്ടത്തിൽ ഒന്നാമത്തെ ഘട്ടമാണ് പ്രിപ്പയർഡ്നെസ്, തയ്യാറെടുപ്പ്. ദുരന്തങ്ങൾ വരാതെ തയ്യാറെടുക്കേണ്ടത്. അത് കെട്ടിട നിർമ്മാണമാകട്ടെ, റോഡ് നിർമ്മാണമാകട്ടെ, പിന്നെ കൃഷിയാകട്ടെ, എന്ത് കാര്യം ചെയ്യുമ്പോഴും എടുക്കേണ്ട മുൻകരുതലുകളും അതിനാവശ്യമായ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ഇത് നമ്മൾ വളരെ പരാജയമാണ്. 2ാം ഭാഗം കുഴപ്പമില്ല. ദുരന്തം ഉണ്ടായാൽ നമ്മൾ ഓടിയെത്തും, മന്ത്രി വരും, കളക്ടർ വരും, രാഷ്ട്രീയക്കാർ വരും, മീഡിയക്കാരും കൂടെ ഉള്ളതുകൊണ്ട് വളരെ സെൻസിറ്റീവ് മീഡിയ ഉള്ള ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ എല്ലാ കാര്യത്തിലും മീഡിയ ഇടപെടുന്നത് കൊണ്ട് സോഷ്യൽ മീഡിയ ശക്തമാണ്. വളരെ പെട്ടെന്ന് ആക്ടിവിറ്റി നടക്കും. ജനങ്ങളും അങ്ങനെ സഹായിക്കുന്ന ഒരു മനസ്സുള്ളവരാണ്. പ്രളയത്തിനൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് കഴിഞ്ഞ 3ാമത്തെ ഭാഗമാണ് റീഹാബിലിറ്റേഷൻ. അതും വളരെ പുവറാണ്. നമ്മൾ വളരെ വളരെ മോശമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം
3 ഭാഗത്തിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് 1-ാം ഭാഗമാണ്. ദുരന്തങ്ങൾ ഉണ്ടാകാതെ ഏറ്റവും കുറച്ച് ദുരന്തം ഉണ്ടാകുന്ന രീതിയിൽ, ഇനി ദുരന്തങ്ങൾ ഉണ്ടാകാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നിർമ്മാണ സാമഗ്രികളും സാങ്കേതിക വിദ്യകളുമൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ഇപ്പോഴും നമ്മൾ ഇരുട്ടിൽ തപ്പുകയാണ്. നമുക്കിപ്പോഴും അറിയാമെന്നുള്ളത് സിമന്റ് ഉപയോഗിച്ച്, കമ്പി ഉപയോഗിച്ച്, ചുടുകല്ല് ഉപയോഗിച്ചുള്ള കെട്ടിടങ്ങൾ വച്ചുള്ള പരിചയം നമുക്കുള്ളൂ. മല ഇടിച്ചാണ് എഞ്ചിനീയറിംഗ് കോളേജ്, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ ക്ലാസ് എടുക്കാനും ഒക്കെ ഒരു കാലഘട്ടത്തിൽ പോകുമായിരുന്നു. എഞ്ചിനീയർമാർക്കും സാറന്മാർക്കും എല്ലാം എടുത്തിട്ടുള്ള ഒരു ഫാക്കൽറ്റി കൂടെ ആയതുകൊണ്ട് ഞാൻ പറയാം. അതായത് എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യത്തെ സെമസ്റ്ററിൽ സിവിലുകാരെ പഠിപ്പിക്കുന്ന എന്താണ്? കട്ടിങ് ആൻഡ് ലെവലിംഗ് എന്നാണ്. ഒരു പ്രദേശത്ത് ചെന്നാൽ ബുൾഡോസർ കൊണ്ടുവച്ച് അല്ലെങ്കിൽ JCB കൊണ്ടുവച്ച് കട്ട് ചെയ്ത് ലെവൽ ചെയ്താണ് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുന്നത്. അത് മാറേണ്ട സമയം കഴിഞ്ഞു. കൺസർവേഷനിലേക്ക് പോകേണ്ട സമയം കഴിഞ്ഞു. നമ്മളെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കൺസർവേഷനിലേക്ക്, ഇപ്പൊ ലോറി ബക്കറൊക്കെ വന്നിട്ട് ഇവിടെ ചെയ്തത് എന്താ? അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് ശങ്കർ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താ? കുറച്ച് കെട്ടിടങ്ങളാണെങ്കിലും അതുപോലെ കോസ്റ്റ് ബോർഡ് അതിന്റെ ടീം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താ? അങ്ങനെയുള്ള ടീം ശ്രമിക്കുന്നത് ഒരു പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ട് അതിന് വലിയ അപകടം പറ്റാത്ത ക്യാരിയിങ് കപ്പാസിറ്റിയെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലും ഒക്കെ ഉപയോഗിച്ചാണ് ബിൽഡിംഗ് പണിയുന്നത്. അതിന്റെ ആവശ്യമുള്ളൂ. പക്ഷേ നമ്മൾ വലിയ കോൺക്രീറ്റ് സൗധങ്ങളാണ് നമ്മൾ കെട്ടിപ്പൊക്കി ഇവിടെ ഈ മലനിരകളിൽ കെട്ടിപ്പൊക്കുന്നത്. തണുപ്പത്ത് പോലും AC ഇടേണ്ടി വരുന്ന AC ബിൽഡിങ്ങുകളൊക്കെ കെട്ടിപ്പൊക്കി വയ്ക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇവിടെ. അതിന്റെ ആവശ്യമില്ല. പക്ഷേ ഇത് ആരോടെ പറയുക? അതുകൊണ്ട് തന്നെ വലിയ ദുരന്തങ്ങളാണ് നമ്മൾ വരുത്തി വെക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.